മലയാള സിനിമ അതിൻ്റെ ബോക്സ് ഓഫീസ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച വർഷമാണ് ഇത്. മറുഭാഷാ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാൻ പാടുപെട്ടപ്പോൾ ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ട 4 മലയാള ചിത്രങ്ങളാണ് 100 കോടിക്ക് മുകളിൽ ഇപ്പോൾ കളക്ഷൻ നേടിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ആടുജീവിതം. സമീപകാല റിലീസുകളിൽ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രം തിയേറ്ററിലെത്തിയത് മാർച്ച് 28-നാണ്. അതായത് 2024 മാർച്ച് 28. ഇപ്പോഴിതാ ചിത്രം തിയേറ്ററുകളിൽ 75 ദിവസം പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ കൗണ്ട് കുറവാണെങ്കിലും പ്രധാന സെൻറ്ററുകളിൽ ചിത്രം ഇപ്പോഴും കളിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകൾ പുറത്ത് വന്നിട്ടുണ്ട്. പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ കേരള ബോക്സ് ഓഫീസിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് ചിത്രം ഏകദേശം 80 കോടിക്ക് അടുത്താണ് ഇപ്പോൾ കളക്ഷൻ നേടിയിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 20 കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഏകദേശം 60 കോടിയുമാണ് നേടിയത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം 160 കോടിയുടെ അടുത്താണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് നിലവിൽ ആടുജീവിതം. പ്രഖ്യാപന സമയം മുതൽ മലയാളികൾ കാത്തിരുന്ന ചിത്രമായിരുന്നു ആടുജീവിതം. വിൽപ്പനയിൽ റെക്കോർഡിട്ട മലയാളികളുടെ പ്രിയ നോവൽ, അതായത് ബെന്യാമിൻ്റെ ഒരു നോവലിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആടുജീവിതം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ചലച്ചിത്ര രൂപമാണ് ആടുജീവിതം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പും ചിത്രത്തിന് മുന്നേ തന്നെ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷമാണ് ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജിന് ലഭിച്ചത്. അത് അദ്ദേഹം നന്നായിട്ട് വിസ്മയിക്കുന്ന വിധത്തിൽ മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ AR റഹ്മാൻ്റെ സംഗീതവും അങ്ങനെ എഡിറ്റിങ് ശ്രീകർ പ്രസാദാണ്. അമല പോൾ, ജിമ്മി ജീൻ ലൂയിസ്, KR ഗോകുൽ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ കളക്ഷൻ റിപ്പോർട്ടുകളിൽ വെച്ചിട്ട് ആടുജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.